CPIM പ്രവർത്തകൻ അമ്പലത്തിൻകാല സ്വദേശി അശോകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 8 RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. 16 പ്രതികളിൽ 8 പേരെ കോടതി വെറുതെ വിട്ടു. ബുധനാഴ്ച ശിക്ഷ വിധിക്കും. നിർഭൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിജയ്, 2013 മെയ് മാസം 5-ാം തീയതിയാണ് CPMന്റെ സജീവ പ്രവർത്തകനായ അമ്പലത്തിൻകാല സ്വദേശി അശോകനെ RSS ഗുണ്ടകൾ കൊലപ്പെടുത്തുന്നത്. ആ കേസിലാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി 8 പ്രതികളും കുറ്റക്കാരാണ് എന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ശിക്ഷാവിധി ഉണ്ടാകുക 15-ാം തീയതിയാണ് ശിക്ഷ വിധിക്കുക. വളരെ നാടിനെ നടുക്കിയ ഒരു വലിയ കൊലപാതകമായിരുന്നു ഈ 2013 അമ്പലത്തിൻകാലയിൽ നടന്നത്. ഈ പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളാണ് ശംഭു. അദ്ദേഹം ആ പ്രദേശത്തെ വലിയ ഒരു ക്രിമിനലും ഒപ്പം തന്നെ RSSന്റെ സജീവ പ്രവർത്തകനുമാണ്. ഇവർ പലിശയ്ക്ക് പണം വാങ്ങിയ ഒരാൾ പലിശ കൃത്യസമയത്ത് നൽകിയില്ല എന്ന പേരിൽ നടുറോഡിൽ വെച്ച് ഒരാളെ ആക്രമിക്കുന്ന രംഗം ചോദ്യം ചെയ്തതായിരുന്നു അശോകനുമായിട്ടുള്ള പ്രകോപനത്തിന് കാരണം. തുടർന്ന് 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് അശോകനെ വീട്ടിൽ നിന്ന് ഒത്തുതീർപ്പിനായി വിളിച്ചു വരുത്തി. ഒരു RSS ആയി ബന്ധമുള്ള ഒരു പ്രതി തന്നെ ഒരാൾ തന്നെ അശോകനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് റോഡിലിട്ട് വൈകിട്ടോടുകൂടിയാണ് നടുറോട്ടിലിട്ട് വടിവാളും ഒപ്പം തന്നെ മഴു തുടങ്ങിയ മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ കേസിലാണ് RSSകാരായിട്ടുള്ള 8 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി, തിരുവനന്തപുരം സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. മുഖ്യപ്രതിയായ ശംഭു, ശ്രീജിത്ത് ഉണ്ണി, ചന്തു, ഹരി, അമ്പിളി ചന്ദ്രമോഹൻ, പഴിഞ്ഞി പ്രശാന്ത്, അണ്ണി സന്തോഷ്, സജീവൻ എന്നിവരാണ് പ്രതികൾ. ആകെ 19 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. ആ കേസിൽ 8 പേർ നേരിട്ട് കേസിൻ്റെ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 8 പേരും കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി. ഇവർക്കെതിരെയുള്ള ശിക്ഷ ഈ വരുന്ന 15-ാം തീയതിയായിരിക്കും കോടതി വിധിക്കുക. ആ പ്രദേശത്ത് വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടാക്കി RSS ക്രിമിനലുകൾ ഉണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്തതിന് സംബന്ധിച്ചാണ് ഈ പറഞ്ഞ പലിശയ്ക്ക് വലിയ അമിത നിരക്കിൽ പലിശ ഈടാക്കുന്ന ഈ പ്രതികളെ ചോദ്യം ചെയ്തു എന്നതാണ് അശോകൻ ചെയ്ത കുറ്റം. അതിൽ നിന്നാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. തുടർന്നാണ് അശോകനെ കൊലപ്പെടുത്തുന്നത്. ഇത് RSSന്റെ 8 പ്രതികളും കുറ്റവാളികളാണ് എന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വിജി.